102 സീറ്റുമായി UDF അധികാരത്തിൽ, 3 സീറ്റുമായി മറ്റൊരു പ്രതിപക്ഷം കൂടെയായി BJP, 36 സീറ്റുകളായി 35 സീറ്റുകളുമായി LDF തികഞ്ഞ പരാജയത്തോടുകൂടി ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു പ്രതിപക്ഷം. 26 സീറ്റ് മാത്രമുള്ള CPMൻ്റെ നേതാവായിരിക്കും ബാലഗോപാലോ, കെൻ ബാലഗോപാലോ, മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ സജി ചെറിയാൻ ആരെങ്കിലും ആയിരിക്കും പ്രതിപക്ഷ നേതാവ്. പിന്നെ ഉള്ള ഒരു നേതാവെന്ന് പറയുന്നത് പിണറായി വിജയൻ എന്തായാലും പ്രതിപക്ഷ നേതാവായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അദ്ദേഹം അസംബ്ലിയിൽ തന്നെ ഇനി എത്ര ദിവസം വരും, രാജിവെക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കാനൊക്കെയുള്ള സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ എത്രയാണ് കഥയെന്ന് അറിയാൻ കഴിയില്ല. എന്തായാലും വളരെ മനോഹരമായൊരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. ജനാധിപത്യവും വികസനവുമായിട്ടുള്ള ഒരു പോരാട്ടത്തിനിടയിൽ ജനാധിപത്യവും മൂല്യങ്ങളുമൊക്കെ ജയിച്ചു. സത്യസന്ധമായി പറഞ്ഞാൽ കോൺഗ്രസ്സുകാരല്ല ഇത്രയും വലിയ സീറ്റ് ഒപ്പിച്ചു കൊടുത്തത്, ഇടതുപക്ഷക്കാരാണ്. നിങ്ങൾ കണക്കെടുത്ത് നോക്കൂ. കൂത്തുപറമ്പിൽ 1500 താഴെയാണ് വോട്ട്. മട്ടന്നൂരിൽ, കൂത്തുപറമ്പിൽ, അതുപോലെ തൃക്കരിപ്പൂരിൽ തോറ്റ് സന്ദീപ് വാര്യർ ജയിച്ചു. അതുപോലെ തന്നെ ഉദുമ എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. അതുപോലെ തളിപ്പറമ്പ്, പിന്നെ പയ്യന്നൂർ, ഇവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റ്. കണ്ണൂരിലാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ അടിയറവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയൊക്കെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ പോയി അടിയറവ് പറയണമെങ്കിൽ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ തിരയിളക്കം അവിടെ പിണറായിസത്തിനെതിരെയുള്ള തിരയിളക്കം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 7 ജില്ലകളിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, അതുപോലെ തന്നെ പിന്നെ മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ വിവിധ ജില്ലകൾ, 7ഓളം ജില്ലകൾ, ഇടുക്കി അടക്കമുള്ള 7 ജില്ലകൾ സമ്പൂർണ്ണമായി UDFൻ്റെ കൂടെ നിന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 8 സീറ്റിൽ മത്സരിച്ച് 7 സീറ്റിലും ജയിച്ചു. 12 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സംപൂജ്യമായി 1 സീറ്റിലും ജയിച്ചില്ല. അങ്ങനെ വളരെ 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 വലിയ വിഷയമാണ് ഉണ്ടായത്. 1 സീറ്റ് പോലും ഇല്ലായിരുന്ന RSPക്ക് 4 സീറ്റ് കിട്ടിയിരിക്കുകയാണ്. കൊല്ലത്ത് മാത്രം അവർക്ക് 3 സീറ്റ് കിട്ടി. അവർ കണ്ണൂരിൽ, പയ്യന്നൂരിലും കൂടെ ആയപ്പോൾ 4 സീറ്റ് കിട്ടിയിരിക്കുകയാണ്. വിഷ്ണുമോഹൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പോലും ഇരവിപുരത്ത് ജയിച്ചു. അങ്ങനെ 4 സീറ്റ് കിട്ടിയിരിക്കുകയാണ്. കോവൂർ കുഞ്ഞമോൻ മാത്രമാണ് ജയിച്ചുകൊണ്ടിരുന്ന കുന്നത്തൂറിൽ ഉല്ലാസ് കോവൂർ ജയിച്ചു. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നടന്നത്. CP ജോൺ പല പ്രാവശ്യം തോറ്റുപോയിട്ടുണ്ട്. വളരെ സീനിയർ UDF നേതാവാണ്, സെക്രട്ടറിയൊക്കെയാണ്, UDFൻ്റെ സെക്രട്ടറിയൊക്കെയാണ്. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ ഇങ്ങനെ വളരെ, അതുപോലെ 13 മന്ത്രിമാരാണ് തോറ്റത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വളരെ വലിയ ഒരു തിരിച്ചടിയാണ് CPMനെ സംബന്ധിച്ച്. അടപടലം പൊട്ടി എന്ന് തന്നെ പറയാം. എന്തുകൊണ്ട് ഈ 10 വർഷം ഭരിച്ചൊരു ഗവൺമെൻറ്റിന് മൂന്നാമതൊരു തുടർ ഗവൺമെൻറ് കിട്ടിയില്ല എന്നുള്ളത്, തുടർ ഭരണം കിട്ടിയില്ല എന്നുള്ളത് വളരെ ഗൗരവമായി CPM ആഴത്തിൽ വിലയിരുത്തണം. പക്ഷേ അങ്ങനെ വിലയിരുത്തിയത് കൊണ്ട് മാത്രം തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല ഇത്. ഇവിടെ കാര്യങ്ങൾ മറിയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കോൺഗ്രസിനകത്തും പുതിയ തലമുറ നേതാക്കൾ വന്നു കഴിഞ്ഞു. VD സതീശനെ പോലെയുള്ള പുതിയ തലമുറ നേതാക്കൾ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ BJPയുടെ ശക്തമായ സാന്നിധ്യം, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെയും V മുരളീധരനും 2 കേന്ദ്ര സഹമന്ത്രിമാരാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. അവർ ചില്ലറക്കാരല്ല. അവരും അതുപോലെ ഗോപകുമാറായാലും അവരും നല്ല സാന്നിധ്യം ഉണ്ട്. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ കൈവശമുണ്ട് BJPയുടെ. അപ്പോൾ വളരെ വലിയ സാന്നിധ്യം 3ആയി തിരിയുകയാണ്. കാര്യങ്ങൾ 2ൽ നിന്ന് 3 ആവുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള CPMൻ്റെ മുന്നോട്ടുള്ള യാത്ര, ബാക്കി CPIയും 25 സീറ്റിൽ മത്സരിച്ചിട്ട് 8 സീറ്റിൽ മാത്രമേ അവർ ജയിച്ചിട്ടുള്ളൂ. 17 സീറ്റുകളിൽ അവർ തോറ്റുപോയി എന്നുള്ളതും ചെറിയ കാര്യമില്ല. ചിഞ്ചുറാണി മന്ത്രി അടക്കം ബാക്കി 3 മന്ത്രിമാരും രക്ഷപ്പെട്ടു ഭാഗ്യത്തിന്. പക്ഷേ ചിഞ്ചുറാണി അടക്കം തോറ്റുപോയി എന്നുള്ളത് വളരെ വലിയ CPIയുടെ പിന്നെ വളരെ വലിയ ഒരു തോൽവിയാണുള്ളത്. അതുപോലെ കൊല്ലത്തെ തോൽവിയായിരുന്നാലും അതുപോലെ ഓരോ സ്ഥലത്തുള്ള തോൽവികളായാലും വലിയ തോൽവിയാണ് CPIക്ക് സംഭവിച്ചിരിക്കുന്നത്. CPIക്ക് വലിയ തോൽവിയുണ്ടായി. 25 സീറ്റിൽ 17 സീറ്റ് നഷ്ടപ്പെട്ടു. കേരള കോൺഗ്രസ് സംപൂജ്യമായി. കേരള കോൺഗ്രസ് B വലിയ വട്ടപൂജ്യമായി. മറ്റേ നമ്മുടെ ഗണേഷ് കുമാർ, അങ്ങനെ നിരവധി, രാമചന്ദ്രൻ കടന്നപ്പള്ളി ഒക്കെ തോറ്റു. അഹമ്മദ് കോവർ, എല്ലാവരും വളരെ വലിയ ആളുകളാണ്. പിന്നെ AK ശശീന്ദ്രൻ, എലത്തൂരിലൊക്കെ AK ശശീന്ദ്രനൊക്കെ തോറ്റു എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ കഴിയുന്നില്ല. കാരണം അത് കംപ്ലീറ്റ് പരമ്പരാഗതമായി LDF കോട്ടയാണ്. അവിടെയെല്ലാം UDF തേരോട്ടം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെ മൊത്തത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് ആരെയും അങ്ങനെ ഇടിച്ചു താഴ്ത്താനോ പരമ്പരാഗത വോട്ടെന്നോ പാർട്ടി ഗ്രാമങ്ങളൊന്നും ഒന്നും പറയാൻ കഴിയില്ല. 55 സീറ്റ്, 50-നും 55 ഇടയ്ക്ക് 56 ഇടയ്ക്കുന്ന സീറ്റ്
CPM-ൻ്റെ കോട്ടയാണെന്നാണ് CPM ഇതുവരെ പറഞ്ഞു വെച്ചത്. അതിൽ വാമനപുരം 50 വർഷമായി വാമനപുരത്ത് ഉള്ള ഒരു CPM മാത്രം ജയിക്കുന്ന സ്ഥലത്ത് ഒരേ ഒരു പ്രാവശ്യം മണ്ഡലമുണ്ടായിട്ട് ഒരേ ഒരു പ്രാവശ്യം ഒരു കോൺഗ്രസ് നേതാവ് ജയിച്ചതൊഴിച്ച് ബാക്കി മുഴുവൻ പ്രാവശ്യവും CPM ജയിച്ചിരുന്ന സ്ഥലത്ത് ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട കോൺഗ്രസിലെ മുഖമായിട്ടുള്ള ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സുധീർ ഷാ എന്ന മുസ്ലിം നാമധാരിയാണ് ജയിച്ചിരിക്കുന്നത്. അവിടെ നായർമാരുടെ മണ്ഡലമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നായർ ഈഴവ മണ്ഡലത്തിലുള്ള വലിയൊരു വിഭാഗം കോൺഗ്രസ് വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ കൈപ്പത്തിക്ക്. ഞാൻ പറഞ്ഞത് ഇവിടെ ജാതിയും മതവും വർഗവും ഗോത്രവും ഒന്നും നോക്കി ജനങ്ങളെ അങ്ങനെ വേർതിരിക്കാൻ നടക്കരുത്. ഒരു മതേതരത്വവും കൂടി ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. VS ജോയി എന്ന് പറയുന്ന മറ്റൊരു മതക്കാരനെ തവന്നൂർ എന്ന് പറയുന്ന ലീഗിൻ്റെ ഡോക്ടർ KT ജലീൽ മത്സരിക്കുന്ന സ്ഥലത്ത് നിർത്തി ലീഗ് ജയിപ്പിച്ചെടുക്കാൻ സഹായിക്കുമെങ്കിൽ വെറും മതമാണ് ഇവിടെ, വെറും ജാതിയാണ് കേരളത്തിൽ എന്ന് മാത്രം നോർത്ത് ഇന്ത്യ പോലെ എഴുതാൻ കഴിയില്ല. കുറേ ജാതിക്കും മതത്തിനുമൊക്കെ വരുമ്പുകൾക്കപ്പുറം ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിൽ ഒരു ഹിന്ദു നാമധാരിയെ തോൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഹിന്ദുക്കൾ മുസ്ലിമിന് വോട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്തെ മുസ്ലിങ്ങൾ VS ജോയിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നു. അതുകൊണ്ട് മലയാളിയുടെ ഈ ഒരു ബോധത്തെ വെറും ജാതി മതം കൊണ്ട് വിലയിരുത്തരുത് എന്നാണ് എനിക്ക് വളരെ കൃത്യമായി ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.